താമരശ്ശേരി രൂപതയും കോഴിക്കോട് അതിരൂപതയും ചേർന്നായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ കോഴിക്കോട് രൂപതയുടെ പരിപാടി മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രമേൽ വിശ്വാസികളുടെ പങ്കാളിത്തം അതിനകത്തുണ്ടാകും. ഇപ്പോൾ ജാമ്യം ലഭിച്ച സ്ഥിതിക്ക് ഇനി ആ പ്രതിഷേധ പരിപാടിയിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ, ആവശ്യങ്ങൾ അതെന്തായിരിക്കും? സ്വാഭാവികമായും സൈഫുദ്ദീൻ, ഈ മതപ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ പരിപാടിയിൽ ഉയരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. കാരണം കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ സഭാ നേതൃത്വം ചൂണ്ടിക്കാണിച്ചതാണ്. ഇതിൽ ആകെ പറയാനുള്ളത് ഈ തലശ്ശേരി ബിഷപ്പ് മാത്രമാണ് ഈ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഈ താമരശ്ശേരി രൂപതയുടെ പരിപാടികളിലൊക്കെ തന്നെ ഉദ്ഘാടകനായി എത്താറുള്ളത് താമരശ്ശേരി രൂപത ബിഷപ്പായിട്ടുള്ള ഈ ജോസഫ് പാമ്പ്ളാനിയാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അത്തരം ഒരു അനുകൂല സമീപനം, അതായത് ഈ പാമ്പ്ളാനിയുടെ നിലപാടുമായി അനുകൂല സമീപനം തന്നെയാണ് താമരശ്ശേരി രൂപത സ്വീകരിക്കുന്നത്. അതേ തുടർന്നായിരിക്കാം ഒരുപക്ഷെ ഈ പ്രതിഷേധ പരിപാടിയിൽ നിന്നും, അതായത് കോഴിക്കോട് അതിരൂപത സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ നിന്നും താമരശ്ശേരി രൂപത പങ്കെടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പിന്മാറിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കോഴിക്കോട് അതിരൂപത കടക്കുകയും അതോടൊപ്പം തന്നെ പ്രതിഷേധ പരിപാടിയിൽ നിന്നും പിന്മാറുന്ന ഒരു സമീപനം താമരശ്ശേരി രൂപത സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ജാമ്യം ലഭിക്കൽ മാത്രമല്ല, അതിനൊപ്പം തന്നെ ഈ കേസ് തന്നെ അല്ലെങ്കിൽ കേസ് തന്നെ ഉപേക്ഷിക്കണമെന്നൊരു നിലപാട് സ്വാഭാവികമായും സഭാപ്രതിനിധികളൊക്കെ തന്നെ ഉയർത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു സാധ്യതകൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ അത്തരം മുദ്രാവാക്യങ്ങൾ തന്നെയായിരിക്കും ഈ പ്രതിഷേധ പരിപാടികളിലും ഉയർന്നു കേൾക്കാൻ ഇടയുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ, അതായത് താമരശ്ശേരി രൂപത പിന്മാറുകയാണെങ്കിൽ കൂടി ഈ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കോഴിക്കോട് അതിരൂപത എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കുറെ കൂടി ഒരു മതേതര നിലപാട് അല്ലെങ്കിൽ ഈ മത നിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രൂപത തന്നെയാണ് കോഴിക്കോട് അതിരൂപത എന്ന് പറയുന്നത്. ആ ഒരു നിലപാട് തന്നെയായിരിക്കും ഈ വർഗീസ് ചക്കാലക്കടക്കമുള്ള പിതാക്കൾ, അതായത് കോഴിക്കോട് അതിരൂപതയുടെ ഉന്നത നേതാക്കളൊക്കെ തന്നെ സ്വീകരിക്കുക. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി രൂപത ഇങ്ങനെ ഈ പ്രതിഷേധ പരിപാടികൾ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരേണ്ടതില്ല അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് പ്രസക്തിയില്ല എന്നൊരു നിലപാടുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതൊരു സഭയ്ക്കുള്ളിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭിന്നസ്വരങ്ങളുടെ തുടർച്ചയായി തന്നെ കാണേണ്ടി വരും. ആ ഒരു ഭിന്നസ്വരങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. നേരത്തെ BJP അനുകൂല സമീപനങ്ങൾ സ്വീകരിച്ചവരൊക്കെ തന്നെ കുറെ കൂടി ഈ BJP ഇപ്പോൾ എടുക്കുന്ന ഈ ഛത്തീസ്ഗഡ് സർക്കാരായാലും അതുപോലെ കേന്ദ്ര സർക്കാരായാലും എടുക്കുന്ന സമീപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അത്തരം സമീപനങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ ആ ഒരു നേരത്തെ എടുത്ത നിലപാടിൽ പിന്മാറാത്ത ചില സഭാ നേതാക്കൾ കൂടി ഇക്കാര്യത്തിലുണ്ട്. അവരെ കൂടി കണ്ണു തുറപ്പിക്കുക എന്നുള്ളത് കൂടിയായിരിക്കും ഈ പ്രതിഷേധങ്ങളുടെ ഒരു സ്വരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നേരത്തെ എടുത്ത സമീപനങ്ങളിൽ നിന്നും ഈ മത നിരപേക്ഷ അല്ലെങ്കിൽ മത സന്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് തടസ്സം നിൽക്കുന്ന ഏതൊരു സമീപനം ആര് സ്വീകരിച്ചാലും അതിനെതിരെയൊക്കെ തന്നെ കൃത്യമായി ഭരണഘടന മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഭരണഘടന കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ള ഒരു സമീപനം മറ്റു സഭാ നേതാക്കൾ കൂടി സ്വീകരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് അതിരൂപത ഈ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.